ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടകത്തിൻ്റെ റോസ്റ്റുമായിട്ടാണ് കേട്ടോ. ഒട്ടകത്തിൻ്റെ ഇറച്ചി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും ഒട്ടകത്തിൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അല്പം വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ഇറച്ചി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു, അപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ വേണ്ടി വരും. എനിക്ക് 7 വിസിലോളം എടുത്തിട്ടുണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സബോളയാണ്, വളരെ ചെറുതാണ്. അതിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തേക്കുവാണ്. ഒരു കാപ്സിക്കത്തിൻ്റെ കൊച്ചു കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്. ഇതൊക്കെ ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട്, പൊടിയായിട്ട് അരിയരുത്, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ എടുക്കണം. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഒരു കഷ്ണം ബട്ടറാണ് എടുത്തത്. ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരണ്ട, എന്നാലും ഏകദേശം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് ഉടഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ കാപ്സിക്കും തക്കാളി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. കാര്യം അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് പോവും, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം കാപ്സിക്കും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം വഴണ്ട് വന്നു. ഇനി ഇതിനകത്തേക്ക് പച്ചമുളക്, കാപ്സിക്കം, തക്കാളി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഈ റോസ്റ്റിനകത്ത് അതിങ്ങനെ കഷ്ണങ്ങളായി തന്നെ കിടക്കുമ്പോൾ നല്ലൊരിതാണ്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇതിനകത്തേക്ക് ചേർക്കണം. അതിന് മുൻപേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ട ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളത്തിനകത്ത് കിടന്നിട്ട് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്നുകൂടെ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോഴേ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഇറച്ചിയുടെ ടേസ്റ്റ് വെജിറ്റബിൾസിനും കൂടെ വരിക അപ്പോഴേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരട്ടെ. ഒരുപാട് വെള്ളമൊന്നും ഇല്ല അതിനകത്ത്, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. നമ്മൾ അത്ര മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂല്ലോ. അപ്പം ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കായി വരട്ടെ. നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം.
ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വറ്റി വരണം കേട്ടോ, നല്ല റോസ്റ്റ് ആയിട്ട് വരണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ കടിക്കുമ്പം അതിനകത്ത് കിടന്ന് സോക്കായാലും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആ കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ കിട്ടുവാണെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.